ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 44 അധ്യായത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, പ്രഭാഷകൻ്റെ ഓരോ അധ്യായം നമ്മൾ എടുത്താലും അതൊരു പെർട്ടിക്കുലർ ജോണറിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഒന്നെങ്കിൽ അതൊരു ഉപദേശമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളായിരിക്കും, അല്ലെങ്കിൽ പ്രഭാഷകൻ നമ്മൾക്ക് നൽകുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങളായിരിക്കും. ഇതൊന്നുമല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുകയോ ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഓരോ അധ്യായങ്ങളിലും പ്രഭാഷകൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുന്നത്. പക്ഷേ 44 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ നോക്കിയാൽ അവിടെ ഈ ഒരു തീമിന് കംപ്ലീറ്റ് ആയിട്ടൊരു ചേഞ്ച് കൊടുത്തിട്ടുണ്ട് പ്രഭാഷകൻ. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പൂർവ്വ പിതാക്കന്മാരെ കുറിച്ചിട്ടാണ്. ദൈവത്തിൻ്റെ കൂടെ നടന്ന, വിശ്വാസം മുറുകെ പിടിച്ച, വിശ്വാസം നമ്മളിലേക്ക് പകർന്നു തന്ന പൂർവ്വ പിതാക്കന്മാർ, അവരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി വരുന്ന അധ്യായങ്ങൾ 50 വരെ, അധ്യായം 50 വരെ നമുക്ക് നോക്കാൻ പോകുന്നത്. അതിൽ 44ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ അധ്യായത്തിൽ ടോട്ടൽ 23 വാക്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ ആദ്യത്തെ 15 വാക്യങ്ങൾ പിതാക്കന്മാരുടെ മഹത്വം എന്ന് പറഞ്ഞ് ഒരു ഔട്ട്ലൈനായിട്ട് എന്താണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് വരുന്ന അധ്യായങ്ങളിലും നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നതിന് ഒരു ഔട്ട്ലൈനായിട്ടാണ് ഈ ആദ്യത്തെ 15 വാക്യങ്ങൾ പിതാക്കന്മാരുടെ മഹത്വം എന്നുള്ള ഹെഡിങ്ങിന് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് ഓരോ വാക്യങ്ങളും നോക്കാം. അതിനു മുൻപ് പ്രഭാഷകൻ ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 ടൈപ്പ് പൂർവ്വപിതാക്കന്മാരെയാണ് ഇവിടെ പ്രഭാഷകൻ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന്, വളരെ ഫേമസ് ആയിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്ന, ബൈബിളുമായിട്ട് അടുത്ത് നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന ഒരുപാട് പൂർവ്വപിതാക്കന്മാരുണ്ട്. ഹെനോക്ക് മുതൽ പ്രധാന പുരോഹിതനായിട്ടുള്ള ഷെമയോൻ വരെ ആ കൂട്ടത്തിൽ പെടും. ഓക്കെ. എന്നാൽ മറ്റൊരു കാറ്റഗറി ഓഫ് ആളുകളെയും പ്രഭാഷകൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആരാലും അറിയപ്പെടാതെ ജീവിച്ച് മരിച്ചുപോയ ഒരുപാട് വ്യക്തികളുണ്ട്. അവരെക്കുറിച്ചും പ്രഭാഷകൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ 2 കൈൻഡ് ഓഫ് പിതാക്കന്മാരെ കുറിച്ച് പ്രഭാഷകൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന്, എല്ലാവരാലും അറിയപ്പെടുന്നവർ. 2, ആരാലും അറിയപ്പെടാത്തവർ. ഓക്കെ. അപ്പോൾ 2 കൂട്ടരെക്കുറിച്ചും പ്രഭാഷകൻ ഈ അധ്യായങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വാക്യം നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം. അപ്പോൾ നമ്മളോട് പറയാണ്, ഇനി നമ്മൾ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരും അതുമാത്രമല്ല മഹാത്മാരായിട്ടുള്ള വ്യക്തികൾ, അതാണ് മഹത്തുക്കൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും, വിശ്വാസം നമ്മളിലേക്ക് പകർന്നു തന്ന പൂർവ്വ പിതാക്കന്മാരെയും തലമുറക്രമത്തിൽ, ഓരോ തലമുറ അനുസരിച്ച് നമുക്ക് പ്രകീർത്തിക്കാം. രണ്ടാമത്തെ വാക്യത്തിൽ എന്തുകൊണ്ടിട്ടായിരിക്കും അവർ മഹത് വ്യക്തികളായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടിട്ടായിരിക്കും അവരെ ദൈവം തിരഞ്ഞെടുത്തത്? കാരണം കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. അപ്പോൾ ഇതാണൊരു റീസൺ. അവരിത്രയും സാധാരണ ജനങ്ങളിൽ നിന്ന് ദൈവം എങ്ങനെയാണ് അവരെ തിരഞ്ഞെടുത്തത്? പിതാക്കന്മാരാവാനായിട്ടും, നമ്മളുടെ പൂർവ്വ പിതാക്കന്മാരാകാനായിട്ടും, മഹാന്മാരാവാനായിട്ടും, മഹത്തുക്കളാകാനായിട്ടും എങ്ങനെയാണ് സാധാരണ ജനങ്ങളിൽ നിന്ന് ഈ ഓരോ വ്യക്തിയെയും തലമുറക്രമത്തിൽ ദൈവം തിരഞ്ഞെടുത്തത്? അതാണ് ഈ പറയുന്നത്. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. ഇതിനർത്ഥം എന്താണ്? ദൈവം പണ്ട് മുതലേ, ആദ്യം മുതലേ, സൃഷ്ടിക്കുന്ന സമയം തൊട്ടേ തൻ്റെ ഈ ഒരു ശക്തി മനുഷ്യനിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടി തന്നെയാണ്? തൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി തന്നെയാണ്. അവരിലൂടെ തൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ പ്രതാപവും മഹത്വവും സൃഷ്ടിക്കപ്പെട്ട സമയം മുതൽ, ഭൂമി സൃഷ്ടിക്കപ്പെട്ട സമയം മുതൽ ഈ ഓരോ വ്യക്തികൾക്കും കൊടുക്കുന്നത്. ഇനി എത്തരക്കാരാണ് ഈ പൂർവ്വപിതാക്കന്മാർ അല്ലെങ്കിൽ മഹാന്മാരായ വ്യക്തികൾ? ആ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? അതാണ് ഈ 3ാമത്തെ വാക്യത്തിൽ പറയുന്നത്. രാജാക്കന്മാർ, ഒന്നാമത്തെ കാറ്റഗറി ഓഫ് ആളുകൾ ആരാണ്? രാജാക്കന്മാർ, രാജ്യം ഭരിച്ചവർ, പവറുള്ളവർ, ഓക്കെ, അധികാരമുള്ളവർ. 2, കീർത്തിയുറ്റ ബലശാലികൾ. ഇതർത്ഥം എന്താണ്? വളരെ ശക്തിയുള്ളവർ, അല്ലെങ്കിൽ ധൈര്യമുള്ളവർ, ബ്രേവ് ആയിട്ടുള്ള ആൾക്കാർ, കറേജിയസ് ആയിട്ടുള്ള ആൾക്കാർ, ഓക്കെ, ധൈര്യമുള്ളവർ, യുദ്ധത്തിന് പുറപ്പെടാനായിട്ട് ധൈര്യമുള്ളവർ, ഓക്കെ, അങ്ങനെയുള്ള ആളുകളാണ് കീർത്തിയുറ്റ ബലശാലികൾ. രാജാക്കന്മാരോ സ്വന്തമായിട്ട് പവറുള്ളവർ, അധികാരമുള്ളവർ.
ഓക്കെ. അടുത്തത് ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ. ജനങ്ങൾക്ക് തൻ്റെ ജ്ഞാനം കൊണ്ട്, ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ് ജ്ഞാനം അല്ലേ, ജ്ഞാനത്താൽ, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആ ജ്ഞാനത്താൽ ജനങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉപദേശം നൽകിയ ആളുകളും ഈ പൂർവ്വപിതാക്കന്മാരുടെ കാറ്റഗറിയിൽ പെടുന്നുണ്ട്. ലാസ്റ്റ് പറയുന്നത് ആരെയാണ്? പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആരാണ്? പ്രവചനവരമുള്ളവർ, ഭാഷാവരമുള്ളവർ, അതാണ് പ്രവാചകന്മാരെന്ന് ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്മാരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. 4 കാറ്റഗറി ഓഫ് ആളുകളെയാണ് ഈ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. രാജാക്കന്മാർ, കീർത്തിയുറ്റ ബലശാലികൾ, ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ, പ്രവാചകന്മാർ. ഇത്രയും പേരാണ് ഈ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്തായിട്ട് പൂർവ്വപിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട കാറ്റഗറീസ്. തീർന്നില്ല. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവർ. ഓക്കെ, ജനങ്ങളെ ഡയറക്റ്റായിട്ട് ഭരിച്ചിരുന്നവർ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ. ഏതൊക്കെ രീതിയിലാണ്? ഒന്ന്, സ്വന്തം കഴിവിനാൽ. എന്തെന്നാണ്? ആലോചനകളാൽ. എന്തെന്നാണ്? ഉള്ളിൽ നിന്ന് വരുന്നതാണ് അല്ലേ ആലോചന. ഒരുവൻ്റെ ഉള്ളിൽ നിന്ന്, ചിന്തയിൽ നിന്ന് വരുന്നതാണ് ആലോചന. രണ്ടാമത് പറയുന്നത് എക്സ്റ്റേണലി, പുറമേ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. എന്താണ്? നിയമപരിജ്ഞാനം. അത് നമ്മൾ സിദ്ധിച്ചെടുക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യവും ഒരുവൻ പുറത്തു നിന്ന് സിദ്ധിച്ച് നേടിയെടുത്ത കാര്യവും ഒന്നിച്ച് ജനത്തിന് നേതൃത്വം കൊടുത്തവർ. ഓക്കെ, ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും, തൻ്റെ സ്വന്തം ആലോചനകളാലും ഉള്ളിൽ നിന്ന് വരുന്ന കഴിവിനാലും പുറമേ നിന്ന് താൻ സിദ്ധിച്ചെടുത്ത നേട്ടങ്ങളാലും ജനത്തിന് നേതൃത്വം കൊടുത്തവർ ആ കൂട്ടത്തിൽ പെടുന്നുണ്ട്. അപ്പോൾ ഇത് 5-ാമത്തെ കാറ്റഗറി ഓഫ് ആളുകളാണ്. ആദ്യത്തെ 4 ആളുകളെ നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ പഠിച്ചു. 5-ാമത്തെ കാറ്റഗറി ആരാണ്? ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവർ. അടുത്തത് വിവേകപൂർണമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. 6-ാമത്തെ കാറ്റഗറി ആരാണ്? വിവേകപൂർവമായ ഉപദേശം നൽകിയവരും, കറക്റ്റായിട്ടുള്ള ഉപദേശങ്ങൾ നൽകി പോരുന്നവർ. ഓക്കെ, വൈസ് അഡ്വൈസ് നൽകുന്നവർ. പ്രത്യേകതകൾ കഴിഞ്ഞില്ല. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. അപ്പം ചില ആളുകൾ ആരായിരുന്നു? സംഗീതജ്ഞന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് മ്യൂസീഷ്യൻസ്. അത് ഒന്നെങ്കിൽ പാടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കമ്പോസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരായിരിക്കാം. അതാണ് സംഗീതജ്ഞന്മാരെന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് എഴുതുന്നവർ, കവിത എഴുതുന്നവർ, അതാണ് കവികളെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ചിലർ സംഗീതജ്ഞന്മാരും ചിലർ കവികളുമായിരുന്നു. ഇതാണ് 7-ാമത്തെ കാറ്റഗറി ഓഫ് ആളുകൾ. അതാണ് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ 3-ാമത്തെ വാക്യത്തിൽ 4 കൂട്ടരെക്കുറിച്ച് പറയുന്നുണ്ട്. 4-ാമത്തെ വാക്യത്തിൽ 2 കൂട്ടരെക്കുറിച്ച് പറയുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ. ആരൊക്കെയാണ്? സംഗീതജ്ഞന്മാരും കവികളും. ഓക്കെ, 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വിഭവ സമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ. അപ്പം ചിലരെങ്ങനെയായിരുന്നു? വിഭവ സമൃദ്ധിയുള്ളവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണക്കാർ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിഭവ സമൃദ്ധി ഉണ്ടാവുകയുള്ളൂ അല്ലേ. അപ്പോൾ വെൽത്ത്, സമ്പന്നരായവർ. രണ്ടാമത്തത് സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചിരുന്നവർ. സ്വന്തമായിട്ട് വസിക്കാനായിട്ട് ഇടമുണ്ടെന്ന് മാത്രമല്ല, അവിടെ സമാധാനത്തിൽ കഴിഞ്ഞ ഒരുപാട് ആളുകളും ഈ പറഞ്ഞ പൂർവ്വപിതാക്കന്മാരുടെ കാറ്റഗറിയിൽ പെടുന്നുണ്ട്. ആരൊക്കെയാണ്? വിഭവ സമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ. ഇതാണ് 6-ാമത്തെ വാക്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞ കാറ്റഗറി ഓഫ് ആളുകളുടെ പ്രത്യേകതയാണ് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും. എന്താ പറയുന്നത്? താൻ ജീവിച്ചിരുന്ന തലമുറയിൽ ഇവർ ബഹുമാനിതരായിരുന്നു. താൻ ജീവിച്ചിരുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ള ജനങ്ങളാൽ ഇവരെപ്പോഴും ബഹുമാനിക്കപ്പെട്ടിരുന്നു, ആദരിക്കപ്പെട്ടിരുന്നു. അതാണ് ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും. താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടവരാണ്. മറിച്ച് തൻ്റെ കാലശേഷമോ കാലത്തിൻ്റെ മഹിമയുമായിരുന്നു. ഇപ്പം നമ്മൾ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ കാലത്തിൻ്റെ മഹിമയായിരുന്നു നോഹ, അല്ലെങ്കിൽ ആ കാലത്തിൻ്റെ മഹിമയായിരുന്നു അബ്രഹാം, ആ കാലത്തിൻ്റെ മഹിമയായിരുന്നു ഇസഹാക്ക്. മനസ്സിലായോ? അപ്പോൾ ഇവർ തലമുറകളോളം ഇങ്ങനെ ഇവരുടെ സത്കീർത്തി ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ തലമുറയിൽ അവർ ബഹുമാനിതരായിരുന്നു. അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളാൽ പറയുന്നത് എന്താണ്? ആ കാലഘട്ടത്തിൻ്റെ മഹിമയായിരുന്നു അവർ. മനസ്സിലായോ? അങ്ങനെയാണ് ഈ വാക്യം ഉദ്ദേശിക്കുന്നത്. അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, എന്നുവെച്ചാൽ ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയുമായിരുന്നു. അത്
ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരായിരുന്ന കാലത്തിൽ അവർ വലിയ മഹാന്മാരായിരുന്നു. ഓക്കെ, ഇതാണ് 7ാമത്തെ വാക്യം പറയുന്നത്. 8ാമത്തെ വാക്യം, ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. ജനങ്ങളിങ്ങനെ വാതോരാതെ പ്രകീർത്തിച്ചു പോകുന്ന പ്രസിദ്ധരും അക്കൂട്ടത്തിൽ ഉണ്ട്. ചിലർ ഒരു ചെറിയൊരു കാറ്റഗറി ഓഫ് ആളുകൾ ആരാണ്? ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരായിട്ടുള്ള മഹാന്മാരായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് 8ാമത്തെ വാക്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതാണ് പറയുന്നത്, എല്ലാവരാലും പ്രകീർത്തിക്കപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള ആളുകൾ. പക്ഷേ ഒട്ടും ആരാലും അറിയപ്പെടാതെ പോയ ഒരുപാട് ആളുകളും അക്കൂട്ടത്തിലുണ്ട്. അതാണ് 9ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട്. താൻ ജീവിച്ചിരുന്നെന്ന് ഒരടയാളം പോലും ശേഷിപ്പിക്കാതെ മാഞ്ഞുപോയ പൂർവ്വപിതാക്കന്മാരുണ്ട്, മഹാന്മാരുണ്ട്. അതാണ് പറയുന്നത്, സ്മരണ, തൻ്റെ ഓർമ്മ പോലും അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയ മഹാന്മാരും അക്കൂട്ടത്തിൽ ഉണ്ട്. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറവർ മൺമറഞ്ഞു. കാരണം അവരുടേതായിട്ടുള്ള കാലഘട്ടത്തിൽ അവരെ കൊട്ടിഘോഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരാൽ പ്രശംസയൊന്നും അവർക്ക് ആ സമയത്ത് ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവരാലും ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയേനെ. പക്ഷേ നല്ല ക്വാളിറ്റീസ് ഉള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ജീവിച്ചിരുന്നെന്ന് പോലും ഒരടയാളവും അവർ ശേഷിപ്പിക്കാതെ മറഞ്ഞു പോയിട്ടുണ്ട്. അവർ ജനിച്ചെന്ന് പോലും തോന്നിപ്പിക്കാത്ത രീതിയിൽ ജീവിച്ച് മറഞ്ഞുപോയ ഒരുപാട് മഹാന്മാരും ആ കാറ്റഗറിയിൽ, പൂർവ്വപിതാക്കന്മാരുടെ കാറ്റഗറിയിൽ പെടുന്നുണ്ട്. അവരുടെ മക്കളും അങ്ങനെ തന്നെ. അപ്പോൾ അവർ മാത്രമല്ല, അവരുടെ ഒരു ലോങ് തലമുറയിലുള്ള ആളുകളും എങ്ങനെ തന്നെയാണ് ഇതുപോലെ ജീവിച്ച് മരിച്ച്, ആരാലും അറിയപ്പെടാതെ ജീവിച്ച് മരിച്ചു പോയവരുണ്ട്. പക്ഷേ അവരുടെ പ്രവൃത്തികൾ, അവരുടെ ഗുണങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്നും അത് വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ നമ്മൾ പ്രകീർത്തിക്കുന്നുമുണ്ട്. ഓക്കെ, ഇതാണ് 9ാമത്തെ വാക്യം. 10ാമത്തെ വാക്യം, എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. എന്താ പറയുന്നത്? അവർ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായിരുന്നു, മറ്റുള്ളവരോട് കാരുണ്യമുള്ളവരായിരുന്നു, തൻ്റെ ചുറ്റിനും നിൽക്കുന്ന ജനതകളോട് അനുകമ്പയുള്ളവരായിരുന്നു. അവരുടെ സത്പ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവർ മൺമറഞ്ഞു പോയെന്നേ ഉള്ളൂ. പക്ഷെ അവർ ചെയ്ത നല്ല പ്രവർത്തികൾ ആരും മറന്നിട്ടില്ല. പ്രവർത്തികളെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ വ്യക്തികളെക്കുറിച്ച് പറയുന്നില്ല. ആ ചെയ്ത വ്യക്തികൾ മൺമറഞ്ഞു പോയി, ആരാലും ഓർമ്മിക്കപ്പെടുന്നില്ല. പക്ഷേ അവർ ചെയ്ത സത്പ്രവർത്തികൾ ഇന്നും പ്രകീർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി 11ാമത്തെ വാക്യത്തിൽ 11, 12, 13 തൊട്ട് 15 വരെയുള്ള വാക്യത്തിൽ ഈ മഹാന്മാരുടെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവർത്തികൾ നിമിത്തം വരും തലമുറയ്ക്ക് എന്ത് ഗുണമാണ് ലഭിക്കുക, അതാണ് പറയുന്നത്. അവരുടെ ഐശ്വര്യം, ആരുടെ? പൂർവ്വപിതാക്കന്മാരുടെയും മഹാന്മാരുടെയും മഹത്തുക്കളുടെയൊക്കെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും, ആരിലാണ് വരുന്നത്? പിൻതലമുറക്കാരിലും, അവരുടെ അവകാശം അവരുടെ മക്കളിലും നിലനിൽക്കും. അപ്പോൾ എന്താ പറയുന്നത്? അവരുടെ ഐശ്വര്യം എന്ന് പറയുന്നത് ഒരു ഫിസിക്കലായിട്ടുള്ളൊരു കാര്യമല്ല, അല്ലേ? അത് എന്താ പറയുക, ഒരാളുടെ ഐശ്വര്യം എന്ന് പറയുന്നത് അയാളുടെ സത്പ്രവർത്തികൾക്ക് ദൈവം അയാൾക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് കാണാനാണ് നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഐശ്വര്യം എന്ന് പറയുന്നത് ഒരു ഫിസിക്കലായിട്ടുള്ള കാര്യമല്ല, മറിച്ച് അതൊരു ആന്തരികമായിട്ടുള്ള കാര്യമാണ്, അല്ലേ? അത് അയാളുടെ വരും തലമുറകളിലെല്ലാം നിലനിൽക്കും. അത് ചിലപ്പോൾ അവർക്ക് ധനമായിട്ടായിരിക്കും ലഭിക്കുക, സമ്പത്തായിട്ടായിരിക്കും ലഭിക്കുക, പല രീതിയിൽ ലഭിക്കും. പക്ഷെ ഐശ്വര്യം എന്ന് പറയുന്നത് എപ്പോഴും അയാളുടെ സത്പ്രവർത്തികൾക്ക് ദൈവം നൽകുന്നൊരു റിവാർഡാണ്, ഗിഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഐശ്വര്യം തൻ്റെ പിൻഗാമികൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തലമുറകളോളം ഇങ്ങനെ കൈമാറി വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, വളരെ പേര് കേട്ട എല്ലാവർക്കും നല്ല ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി വിചാരിക്കാം. ആ വ്യക്തി മരിച്ചു. പക്ഷെ ആ വ്യക്തി കഴിഞ്ഞൊരു 10 തലമുറ കഴിഞ്ഞാലും ആ വ്യക്തിയുടെ പേരിലായിരിക്കും ആ മക്കൾ അറിയപ്പെടാൻ പോകുന്നത്. ചിലപ്പോൾ മക്കളായിരിക്കില്ല, ഒരു 10 ജനറേഷൻ കഴിഞ്ഞാലും ആ ആദ്യത്തെ ജനറേഷനിൽ ഉണ്ടായിരുന്ന ആ വ്യക്തിയുടെ സത്പ്രവൃത്തിയുടെ പേരിലായിരിക്കും പിന്നീട് വരുന്ന എല്ലാ ജനറേഷനും അറിയപ്പെടാൻ പോകുന്നത്. മനസ്സിലായി? അതാണ് ഈ ഐശ്വര്യം എപ്പോഴും പിൻഗാമികൾക്ക് എല്ലാവർക്കും ലഭിക്കും. ആ പേരെപ്പോഴും ആ പിൻഗാമികൾക്കെല്ലാം നിലനിൽക്കും. പക്ഷേ അവകാശം എന്ന് പറയുന്നത് ഫിസിക്കലാണ്. സ്വത്തുക്കളായിരിക്കാം, ഭൂമിയായിരിക്കാം, വസ്തുക്കളായിരിക്കാം. അപ്പോൾ അവകാശം മക്കളിൽ നിലനിൽക്കും. മനസ്സിലായോ? തൻ്റെ അവകാശം ലഭിക്കുന്നത് ആരാണ്? തൻ്റെ മക്കൾക്കായിരിക്കും. അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ മക്കൾക്കായിരിക്കും. പക്ഷെ ഐശ്വര്യം, സത്കീർത്തി എപ്പോഴും ഇങ്ങനെ തലമുറകളോളം ഇങ്ങനെ കൈമാറി വന്നുകൊണ്ടേയിരിക്കും. അതാണ് 11ാമത്തെ വാക്യത്തിൽ ഉദ്ദേശിക്കുന്നത്. 12ാമത്തെ വാക്യം, അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും.
ഉടമ്പടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പഴയ നിയമത്തിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. ശരിക്കും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എഗ്രിമെൻ്റ് ആണ് ആക്ച്വലി ഉടമ്പടി. ഒരു എഗ്രിമെൻ്റ് ആണത്, അല്ലേ? ഈ എഗ്രിമെൻ്റ് പണ്ട് നമ്മൾ ബൈബിളിൽ നോക്കുകയാണെങ്കിൽ ദൈവവും അതേപോലെ തന്നെ പിതാക്കന്മാരും, ജനതകളെ നയിക്കുന്ന വലിയ ഗോത്രങ്ങളെ നയിക്കുന്ന, ജനതകളെ നയിക്കുന്ന പിതാക്കന്മാരും തമ്മിൽ നടത്തുന്നൊരു എഗ്രിമെൻ്റ് ആണ്. ഇപ്പോൾ ഈ ഉടമ്പടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം കുറേ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ കൊടുക്കും. നീ ഇത് കറക്റ്റായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഞാൻ അതിനൊരു പ്രതിഫലം തരും. ഉടമ്പടിക്ക് എപ്പോഴും ഒരു പ്രതിഫലം ഉണ്ടാവും. ഓക്കെ, ഈ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നതും അത് തന്നെയാണ്. നൽകുന്ന ഉടമ്പടിയിലെ നിയമങ്ങൾ കറക്റ്റായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ വാഗ്ദാനം ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കും, റിവാർഡ് നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അതാണ് ഉടമ്പടി. അപ്പോൾ ഈ മഹാന്മാരുടെ സന്തതികൾ ഉടമ്പടി പാലിക്കുന്നവരായിരുന്നു. അവരുടെ പിതാക്കന്മാരെ പോലെ തന്നെ വളരെ പ്രോപ്പറായിട്ട് ഡിവൈനായിട്ട് ജീവിതം നയിക്കുന്നവരുമായിരുന്നു അവരുടെ സന്തതികൾ. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അപ്പോൾ തലമുറകളോളം ഈ ഉടമ്പടിക്ക് വേണ്ടി തന്നെ നിലകൊണ്ടു പോകുന്ന തലമുറകൾ, ഓക്കെ, വ്യക്തികൾ, അതാണ് ഈ മഹാന്മാരുടെ ജനറേഷൻസ്. ഓരോ ജനറേഷൻ കഴിയുമ്പോഴും അവരും പൂർവ്വപിതാക്കന്മാരെ പോലെ തന്നെയായിരുന്നു ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നേച്ചത്. ഓക്കെ, ഇനി പറയാണ് അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. ഭാവി തലമുറയ്ക്ക് ഒരു അന്ത്യമുണ്ടാവില്ല, ഭാവി തലമുറ എന്നേക്കും നിലനിൽക്കും എന്ന് മാത്രമല്ല അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. അവരുടെ ആ ഒരു പവർ, പ്രതാപം, മൈറ്റിനെസ് അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അതിങ്ങനെ ഓരോ തലമുറ കഴിയുന്തോറും ഇങ്ങനെ നിലനിന്നിരിക്കും. ഓക്കെ, 14ാമത്തെ വാക്യം പറയുന്നത് അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെടും. എന്താ പറയുന്നത്? അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെടും. പീസ്ഫുള്ളായിട്ട് അവർ സംസ്കരിക്കപ്പെടും. അവരുടെ പേരും തലമുറകൾ തോറും നിലനിൽക്കും. ഓരോ തലമുറ കഴിയും തോറും ഇങ്ങനെ കൈമാറി അവരുടെ സത്കീർത്തികളും സത്പ്രവൃത്തികളും അവരുടെ പേരും ഇങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കും. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. എത്ര തലമുറ കഴിഞ്ഞാലും അവരെ ആരും വിസ്മരിക്കുകയില്ല. അവരുടെ പേരിങ്ങനെ തലമുറകളോളം നിലനിന്ന് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2ാമത്തെ ഹെഡിങ് ആണ്. 44ാം അധ്യായത്തിലെ ഹെനോക്ക്, നോഹ. 16, 17, 18 വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിൻ്റെ കീഴിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ഹെഡിങ് മുതലാണ് പ്രഭാഷകൻ ഓരോ പൂർവ്വപിതാക്കന്മാരെയും പേരെടുത്ത് വിശദീകരിക്കുന്നത്. അതിലാദ്യത്തെ വ്യക്തിയാണ് ഹെനോക്ക്, 2ാമത്തെ വ്യക്തിയാണ് നോഹ. 16ാമത്തെ വാക്യം ഹെനോക്കിനെ കുറിച്ചും 17, 18 വാക്യങ്ങൾ നോഹനെ കുറിച്ചുമാണുള്ളത്. അപ്പോൾ നമുക്ക് 16ാമത്തെ വാക്യം നോക്കാം. ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ ഒരൊറ്റ വാക്യത്തിൽ പറയുന്നത് പ്രഭാഷകൻ. ഒന്നാമത്തേത് എന്താണ്? ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ, കർത്താവിന് സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ ഹെനോക്ക് ജീവിതം നയിച്ചിരുന്നു. അതിൻ്റെ പ്രതിഫലമായിട്ട് അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. എന്താ ചെയ്യപ്പെട്ടെ? ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. നമ്മുടെ ബൈബിളിൽ 2 പ്രവാചകന്മാർ അല്ലെങ്കിൽ 2 ഫിഗേഴ്സാണ് മരണമില്ലാതെ ഡയറക്റ്റ് ദൈവം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ ഏലിയ പ്രവാചകൻ, 2ാമത്തെ വ്യക്തിയാണ് നമ്മുടെ പൂർവ്വപിതാവായിട്ടുള്ള ഹെനോക്ക്. അപ്പം എന്തുകൊണ്ടിട്ടായിരിക്കും ഹെനോക്കിനെ പോലെയുള്ള ഒരു പൂർവ്വപിതാവിനെ, ഒരു സാധാരണ ഒരു വ്യക്തിയെ ദൈവം ഉടലോടുകൂടി മരണം കൂടാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്? അതിനുള്ള ഉത്തരമാണ് ഈ ആദ്യത്തെ ഭാഗം. കർത്താവിനെ പ്രീതിപ്പെടുത്തി. കർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചു. കർത്താവിന് പ്രീതികരമായ സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ ഹെനോക്ക് ജീവിച്ചതുകൊണ്ട് ഹെനോക്കിന് ലഭിച്ച ഒരു ഗിഫ്റ്റാണ് അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഓക്കെ, ഇതാണ് ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ്. അനുതപിച്ചാൽ ദൈവം നമ്മോട് കരുണ കാണിക്കും, ദൈവം നമ്മളെ സ്വീകരിക്കും. ഓക്കെ, തെറ്റ് ചെയ്തിട്ട് അനുതപിക്കുക. നമ്മളെപ്പോഴും പശ്ചാത്തപിക്കുക, ചെയ്ത തെറ്റിനെ ഓർത്ത് അനുതപിക്കുക, പാപം ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മൾ സ്വീകാര്യരായി മാറും. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തിൽ ഹെനോക്കിനെ കുറിച്ച്, ഹെനോക്ക് എന്ന് പറയുന്ന പൂർവ്വപിതാവിനെ കുറിച്ച് പ്രഭാഷകൻ പറയുന്നത്. 17, 18 വാക്യങ്ങൾ ആരെക്കുറിച്ചിട്ടാണ്? നോഹനെ കുറിച്ചിട്ടാണ്. നോഹ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടകമാണ് ഓർമ്മ വരുന്നത്, മഹാപ്രളയമാണ് ഓർമ്മ വരുന്നത്, അല്ലേ? 17ാമത്തെ വാക്യം പറയുന്നത് നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. എന്താ പറയുന്നത്?
വളരെ നീതിപൂർവ്വം ജീവിച്ചു പോരുന്ന ഒരു വ്യക്തിയായിരുന്നു, നീതിമാനായിരുന്നു നോഹ. വിനാശത്തിൻ്റെ നാളിൽ എന്തായിരിക്കും ആ വിനാശത്തിൻ്റെ നാൾ? മഹാപ്രളയം. 40 ദിനവും 40 രാത്രിയും, 40 പകലും 40 രാത്രിയും നിർത്താതെ ഭൂമിയിൽ മഴ പെയ്തു, മഹാപ്രളയമുണ്ടായി അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ അല്ലേ? അതിൽ നിന്ന് ആകെ കരകയറിയത് ആരാണ്? നോഹയും നോഹ പെട്ടകത്തിൽ കയറ്റിയ ജീവികളും മാത്രമാണ് പിന്നീട് സൃഷ്ടികർമ്മത്തിൽ പങ്കെടുത്തത്. ഓക്കെ, അപ്പോൾ വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. അപ്പം നോഹ ഇങ്ങനെ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടത് കൊണ്ടിട്ടാണ് പിന്നീട് നോഹയുടെ തലമുറകളാണ്, പിൻഗാമികളാണ് പിന്നീട് ഭൂമിയിൽ പെറ്റുപെരുകിയത്. അവനിലൂടെയാണ്, നോഹയിലൂടെയാണ് പിന്നീട് ഭൂമിയിൽ ഒരു ഭാഗം ജനം തന്നെ നിലനിന്നത്. ഓക്കെ, 3 കാര്യങ്ങൾ ഈ 17-ാം വാക്യത്തിലും പ്രഭാഷകൻ നോഹനെക്കുറിച്ച് പറയുന്നുണ്ട്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. നീതിമാനായതുകൊണ്ട് നോഹയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ്, റിവാർഡ് എന്താണ്? വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അതുമൂലം അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. പിന്നീട് നോഹ മൂലമാണ് ജലപ്രളയത്തിന് ശേഷം സൃഷ്ടികർമ്മം തുടർന്നത്. ഓക്കെ, പിന്നീട് 18-ാമത്തെ വാക്യത്തിൽ ദൈവം നോഹയ്ക്ക് കൊടുത്ത വലിയൊരു പ്രോമിസ്, ഓക്കെ, വാഗ്ദാനമാണ് പറയുന്നത്. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. കണ്ടോ, ദൈവം നോഹയുമായിട്ട് നിത്യമായിട്ടുള്ള, ഒരു കാലത്തും ലംഘിക്കപ്പെടാത്ത, ഒരു കാലത്തും നശിപ്പിക്കപ്പെടാത്ത ഉടമ്പടി സ്ഥാപിച്ചു ദൈവം. ആരുമായിട്ട്? നോഹയുമായിട്ട്. എന്തായിരുന്നു ആ ഉടമ്പടി? മർത്യകുലം ജലപ്രളയത്താൽ ഇനി നശിപ്പിക്കപ്പെടുകയില്ല എന്നുള്ള വലിയ ഉടമ്പടി, നിത്യമായ ഉടമ്പടി നോഹയുമായിട്ട് ദൈവം ചെയ്തു. അതാണ് 18-ാമത്തെ വാക്യം പറയുന്നത്. അടുത്തത് 3-ാമത്തെ ഹെഡിങ് ആണ്. 3-ാമത്തെ ഹെഡിങ്ങിൽ 3 പൂർവ്വപിതാക്കന്മാരെക്കുറിച്ച് പ്രഭാഷകൻ പറയുന്നുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ളത്. 19, 20, 21 അബ്രഹാത്തിനെ കുറിച്ചും 22 ഇസഹാക്കിനെ കുറിച്ചും 23 യാക്കോബിനെ കുറിച്ചുമാണ്. 19 മുതൽ 21 വരെയും അബ്രഹാത്തിനെ കുറിച്ചും 22 ഇസഹാക്കിനെ കുറിച്ചും 23 യാക്കോബിനെ കുറിച്ചുമാണ്. അപ്പോൾ അബ്രഹാത്തിനെ കുറിച്ചിട്ടുള്ള വചനഭാഗങ്ങൾ നമുക്ക് ആദ്യം കാണാം. 19-ാമത്തെ വാക്യം. അബ്രഹാത്തിൻ്റെ സവിശേഷതയാണ് 19-ാമത്തെ വാക്യത്തിൽ പ്രഭാഷകൻ പറയുന്നത്. 2 സവിശേഷതകൾ പറയുന്നുണ്ട്. ഒന്ന്, അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രഹാം. എന്താ പറയുന്നത്? അനേകം ജനതകളുടെ, ലക്ഷോപലക്ഷം ജനതകളുടെ പിതാവായിരുന്നു ആര്? അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി. സാധാരണ ആളിൽ നിന്ന് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണ്. എന്തിനു വേണ്ടിയിട്ട്? വലിയ ജനതയുടെ പിതാവാൻ, വലിയൊരു ജനതയെ നയിക്കാൻ വേണ്ടിയിട്ട് ദൈവത്താൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് അബ്രഹാം. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രഹാം. ഇതാണ് അബ്രഹാത്തിൻ്റെ 1-ാമത്തെ സവിശേഷത. 2-ാമത്തെ സവിശേഷത എന്ന് പറയുന്നത്, മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ്റെ മഹത്വം വെച്ച് നോക്കിയാൽ, അബ്രഹാത്തിൻ്റെ മഹത്വം വെച്ച് നോക്കിയാൽ അവനോട് തുലനം ചെയ്യാൻ ഒരു വ്യക്തിയും ഇല്ല. അത്രമാത്രം ദൈവം മഹത്വപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാത്തിൻ്റെ 2 സവിശേഷതകളാണ് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 20-ാമത്തെ വാക്യത്തിൽ പ്രഭാഷകൻ എന്ത് കാരണം കൊണ്ടിട്ടായിരിക്കും ദൈവം അബ്രഹാത്തിന് ഇത്രമാത്രം മഹത്വപ്പെടുത്തിയത്, അതിനുള്ളൊരു എക്സ്പ്ലനേഷനാണ് തരുന്നത്. അവൻ അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. എന്താ പറയുന്നത്? ഒന്നാമതായിട്ട് പറയുന്നത് എന്താണ്? അബ്രഹാം അത്യുന്നതൻ്റെ നിയമം പാലിക്കുന്നതിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത മനുഷ്യനായിരുന്നു. അത്രമാത്രം ദൈവത്തിൽ അത്രമാത്രം വിശ്വാസം അർപ്പിച്ച് ദൈവത്തിൻ്റെ നിയമം വള്ളിപുള്ളി തെറ്റാതെ പാലിച്ചു പോരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? അബ്രഹാം. അതുകൊണ്ട് തന്നെ ദൈവം അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കുക എന്നുള്ളത്. നോക്കിയേ, ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ട സ്ഥാനം കൊടുത്താൽ ദൈവം നമുക്കും വലിയ സ്ഥാനവും വലിയ മഹത്വവും നൽകും. അബ്രഹാം ദൈവത്തിൻ്റെ നിയമങ്ങൾ വളരെ നല്ല രീതിയിൽ പാലിച്ചു പോകുന്നത് കൊണ്ടിട്ട് ദൈവം അവനുമായിട്ടൊരു ഉടമ്പടി സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. ദൈവം അവനുമായിട്ടൊരു ഉടമ്പടി സ്ഥാപിച്ചു. ഓക്കെ, അവൻ അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. ദൈവം അബ്രഹാമുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടിട്ടാണ്? അബ്രഹാം അത്യുന്നതൻ്റെ നിയമം ഒരു രീതിയിലും
വളരെ കർക്കശമായിട്ട് പാലിച്ചു പോകുന്നതുകൊണ്ട്, ഒരു രീതിയിലും തെറ്റ് വരുത്താത്തത് കൊണ്ടിട്ട്, നിയമം വളരെ കറക്റ്റായിട്ട് പാലിച്ചത് കൊണ്ടിട്ട് ദൈവം അവനുമായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. പിന്നീട് പറയുന്നത് അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. എന്താണ് ഈ ഉടമ്പടിയുടെ മുദ്ര? പരിച്ഛേദനം ചെയ്യുക. അന്നു മുതൽ അബ്രഹാമും അബ്രഹാമിൻ്റെ പിൻഗാമികളെല്ലാം എന്തു ചെയ്തു തുടങ്ങി? പരിച്ഛേദനം ചെയ്തു തുടങ്ങി. അബ്രഹാം അത് ചെയ്യാനായിട്ടുള്ളത് കാരണം എന്താണ്? അത് ഉടമ്പടിയുടെ ഒരു മുദ്രയായിട്ട്, സ്ഥിരമായിട്ടുള്ളൊരു മുദ്രയായിട്ട് അബ്രഹാത്തിൻ്റെ ശരീരത്തിൽ നിലകൊള്ളാൻ വേണ്ടിയിട്ടാണ് അബ്രഹാം പരിച്ഛേദനം ചെയ്തത്. ഓക്കെ, അതാണ് അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അല്ലേ? പരീക്ഷിക്കപ്പെട്ടു. മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ വേണ്ടി ദൈവം അവനെ മുന്നോട്ട് വിളിച്ചു. അവൻ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ പരീക്ഷ ഘട്ടത്തിലും അബ്രഹാം എന്താ ചെയ്തത്? ദൈവത്തിനോടുള്ള വിശ്വസ്തത തെളിയിക്കുകയാണ് ചെയ്തത്. അപ്പം എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൽ. ഒന്നാമത്തേത്, അവൻ അത്യുന്നതന്റെ നിയമം പാലിച്ചു. അപ്പോൾ അവിടെ നിന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചു. ഒപ്പം പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ദൈവം അബ്രഹാമുമായിട്ട് സ്ഥാപിച്ച ഉടമ്പടിയിലെ നിർദ്ദേശങ്ങൾ അബ്രഹാം അനുസരിച്ചു. അബ്രഹാം ആ ടെസ്റ്റിൽ പാസ്സായി. ഞാൻ പറഞ്ഞു, വാഗ്ദാനങ്ങൾ, നിർദ്ദേശങ്ങൾ, ഉടമ്പടിയിൽ തരുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പാലിച്ചാൽ ദൈവം തീർച്ചയായിട്ടും വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലം നൽകിയിരിക്കും. നമുക്ക് റിവാർഡ് നമുക്ക് നൽകിയിരിക്കും. അങ്ങനെ അബ്രഹാത്തിന് കൊടുത്ത റിവാർഡാണ് 21 വാക്യത്തിൽ പറയുന്നത്. അവൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതിനാൽ അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. അപ്പം കർത്താവ് അവനോട് എന്ത് ശപഥമാണ് ചെയ്തത്? നീ ഇങ്ങനെ ആയതുകൊണ്ട്, നീ നിയമം പാലിക്കുന്നത് കൊണ്ട്, നീ ഉടമ്പടി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുന്നത് കൊണ്ട്, ഒപ്പം നീ പരീക്ഷയിൽ വിജയിച്ചതുകൊണ്ട്, നിന്റെ വിശ്വസ്തത തെളിയിച്ചതുകൊണ്ട് നിന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ വഴി ഈ ജനതകൾ അനുഗ്രഹിക്കപ്പെടും. ആര് ചെയ്ത ശബ്ദമാണിത്? കർത്താവ് ചെയ്ത ശബ്ദമാണ്. ആരോട്? അബ്രഹാത്തിനോട്. എന്നിട്ട് പറയാണ്, ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും. എന്താ പറയുന്നത്? അവൻ്റെ സന്തതി പരമ്പരയെ ഭൂമിയിലെ മണൽത്തരി പോലെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധം ദൈവം വർദ്ധിപ്പിക്കുമെന്നും വാഗ്ദാനം ചെയ്യാണ്. അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും. അപ്പോൾ ഭൂമിയിലെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധം പെരുകി വർദ്ധിക്കും. ഓക്കെ, അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു. അത്രമാത്രം പവറുള്ളവരായിരിക്കും അവർ, അത്രമാത്രം ഉള്ളവരായിരിക്കും അവർ, അവൻ്റെ പിൻതലമുറക്കാർ, അവൻ്റെ സന്തതികൾ. ഓക്കെ, എന്താ പറയുന്നത്? സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാനായിട്ട് ഇടവരും. ഇതാരാർക്ക് കൊടുക്കുന്ന വാഗ്ദാനമാണ്? കർത്താവ് അബ്രഹാത്തിന് കൊടുക്കുന്ന വാഗ്ദാനമാണ്. 22 വാക്യത്തിൽ അബ്രഹാത്തിൻ്റെ പുത്രനായിട്ടുള്ള ഇസഹാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മുടെ 4ാമത്തെ വ്യക്തിയാണ്. ആദ്യം ആരായിരുന്നു? ഹെനോക്ക്, 2ാമത് നോഹ, 3ാമത് അബ്രഹാം, 4ാമത്തത് ഇസഹാക്ക്. ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ട വാഗ്ദാനം എന്താണ്? നിന്റെ സന്തതികൾ വഴി തന്നെ ഈ ജനത അനുഗ്രഹിക്കപ്പെടും. അവരും വളരെ പവർഫുള്ളായിട്ടുള്ള ആളുകളായിരിക്കും. സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തി വരെയും അവർ അവകാശമായി വയ്ക്കും. ഈ വലിയ ഒരു വാഗ്ദാനം ആർക്കും കൊടുക്കപ്പെട്ടു? ഇസഹാക്കിനും കൊടുക്കപ്പെട്ടു. അബ്രഹാത്തിൻ്റെ പുത്രനായിട്ടുള്ള ഇസഹാക്കിനും കൊടുക്കപ്പെട്ടു. ഇസഹാക്കിന് ഇത് നൽകപ്പെട്ടത് ആര് മൂലമാണ്? പിതാവായ അബ്രഹാം മൂലമാണ്. കണ്ടോ, നമ്മളുടെ ആ ഒരു തലമുറയിലെ ഒരു വ്യക്തിയുടെ മഹത്വം പിന്നീട് വരുന്ന തലമുറകൾക്കൊക്കെ ഒരു മഹത്വമായിട്ട് തന്നെ മാറുകയാണ്. ഓക്കെ, 23ാമത്തെ വാക്യം പറയുന്നത് ആരെക്കുറിച്ചിട്ടാണ്? യാക്കോബിനെ കുറിച്ചിട്ടാണ്. 5ാമത്തെ വ്യക്തിയെക്കുറിച്ചിട്ടാണ് യാക്കോബ്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിൻ്റെ ശിരസിൽ അവിടെ നിന്ന് വെച്ചു. എന്ന് വെച്ചാൽ പിന്നീടുള്ള തലമുറയും അതുവഴി വരുന്ന വലിയ ജനതയും ആ ജനതയ്ക്ക് കൊടുക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ ഉടമ്പടിയും ദൈവം ആരുടെ തലയിലാണ് വെച്ചത്? ആരുടെ ശിരസിലാണ് വെച്ചത്? ആരിലൂടെയാണ് പൂർത്തിയാക്കിയത്? യാക്കോബിലൂടെ. എന്നിട്ട് വലിയൊരു അംഗീകാരം ദൈവം യാക്കോബിന് നൽകുകയാണ്. അബ്രഹാത്തിൻ്റെ
ആദ്യജാതന് കിട്ടേണ്ട എല്ലാ പവറും എല്ലാ ഇൻഹെറിറ്റൻസും ആർക്കാണ് ദൈവം കൊടുത്തത്? യാക്കോബിനാണ് ദൈവം കൊടുത്തത്. അവിടെ നിന്ന് അവനെ അംഗീകരിച്ച് പൈതൃക അവകാശം നൽകി. കണ്ടോ, യാക്കോബിന് എന്താ നൽകിയത്? പൈതൃക അവകാശം നൽകി. അതിലൂടെ അവിടെ നിന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. കണ്ടോ, ആ പൈതൃക അവകാശത്തിൽ നിന്ന് ഭാഗിച്ച് ഓഹരി നിശ്ചയിച്ച് 12 ഗോത്രങ്ങൾക്കുമായിട്ട് കർത്താവ് ഭാഗിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുവഴി വലിയ ജനതയ്ക്ക് അനുഗ്രഹമായി മാറുകയാണ് ചെയ്തത്. ഓക്കെ, ഇതാണ് 5 പൂർവ്വപിതാക്കന്മാരെ കുറിച്ചിട്ട് പ്രഭാഷകൻ നൽകുന്ന എക്സ്പ്ലനേഷൻ. വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്യണം. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇനി അങ്ങോട്ട് വരുന്ന ഓരോ പൂർവ്വപിതാവിനെ കുറിച്ചും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അതേപോലെ നിങ്ങളുടെ സജഷൻസും കമൻസായിട്ട് അറിയിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.